എന്താ വീട് ഉണ്ടാക്കി വെച്ചേക്കുന്നത്? അപ്പമാണോ ഇഡ്ഡലിയാണോ? എടാ ഇത് ഷേപ്പ് വെച്ചിടില്ലല്ലോ. എങ്ങനെയാ അടുക്കള കയറണ്ടായോ? എന്ത് ഭക്ഷണത്തോടി വെച്ചേക്കോ? വെന്തില്ലേ ഞാൻ പോവാ പിന്നെ. കിങ്ങിണിയേ, നീ ഇവിടെ ഇരിക്കുവാണോ? എന്റെ കൈ പൊള്ളി ഇരിക്കുന്ന എനിക്കറിയാവോ? അരിയൊന്ന് കഴുകിയിട്ടേടി. അയ്യോ അരിക്ക് നോവും. ശരിക്കും അങ്ങോട്ട് കഴുകടി. അരി നല്ല വൃത്തിയാകണം. അരി ഇനിയും വൃത്തിയാവണം. വൃത്തിയാക്കാം. അയ്യോ നീ എന്താ കാണിക്കുവാ ഇത്? രണ്ട് സോപ്പിട്ട് കഴുകി നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഈ അരി വൃത്തിയായില്ല നമ്മൾ പറയത്തില്ല. എന്റെ ഈശ്വരാ, അയ്യോ കുരുങ്ങിയോ? ഈ വരൽ ഇവിടെ അല്ലല്ലോ വരേണ്ടത്. കിങ്ങിണി, എന്തോ ഈ തേങ്ങ ഒന്ന് പൊതിച്ച് തിരുമ്മി ചമ്മന്തി അരച്ച്. ഉത്തരവ് പോലെ ഇതുവഴി പോവും. അതങ്ങനെ പറഞ്ഞ ഒരു അനുസരണ വേണം. വേണ്ട പോകും നശിപ്പിച്ചു. ആ കാർ ഈ തേങ്ങയുടെ മണ്ടയ്ക്കൂടെ കയറി പോയായിരുന്നെങ്കിൽ. ഇവിടുത്തെ റോഡിന്റെ നടുക്ക് തേങ്ങയായിട്ട് നിൽക്കുന്നേ. അയ്യോ അമ്മേ, ഈ തേങ്ങ ഞാൻ എന്തിനാ ഇവിടെ വെച്ചെന്നറിയാവോ? ഏതെങ്കിലും വണ്ടി ഈ തേങ്ങയുടെ മണ്ടയ്ക്കൂടെ കയറും. അപ്പൊ ഈ തേങ്ങ ചമ്മന്തിയാവും. അപ്പൊ ഈ തേങ്ങ പൊതിക്കുകയും വേണ്ട, തിരുമ്പുകയും വേണ്ട. അരഞ്ഞും കിട്ടും. കുറച്ച് ഉപ്പ് മാത്രം ഇട്ടാ മതി. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ആ തേങ്ങയുടെ മണ്ടയ്ക്ക് വണ്ടി കയറിയാൽ ചമ്മന്തിക്കെങ്കിലും ആകും. നിന്റെ പേട്ട് തലയെ വണ്ടി കയറിയാൽ തലച്ചോറിന് പകരം ചകിരിച്ചോറ് പോലും കിട്ടത്തില്ല. ചേച്ചി ഇങ്ങോട്ട് വാ, കളിക്കാം. ഞാൻ വരുന്നില്ല. അമ്മേ അമ്മേ ഞാൻ പൊക്കോട്ടെ. ആ പൊക്കോ, അതാ എനിക്ക് നല്ലത്.